വളരെ ശക്തമായ ഒരു കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ ജാഫർ. പക്ഷേ ഈ ജാസ്മിൻ ജബ്രി കോംബോ അത് ലവ് ട്രാക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അത് ജാസ്മിന്റെയും ഗബ്രിയുടെയും ഗെയിമിനെ നല്ലോണം വീക്ക് ആക്കുന്നുണ്ട്. ഇന്നലെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. ഇന്നലെ ലൈവിൽ അവർ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ജാസ്മിന് കല്യാണം നിശ്ചയിച്ചു എന്ന് ജാസ്മിനും, അതുപോലെ തന്നെ തനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, താൻ കമ്മിറ്റഡ് ആണെന്ന് ഗബ്രിയും പറയുന്നുണ്ട്. സോ കമ്മിറ്റഡ് ആയ രണ്ട് പേര് ഒരു ലവ് ട്രാക്ക് പിടിക്കുമ്പോൾ അത് പുറത്ത് എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഇവർ ആലോചിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഇതൊരു നല്ല ഇമ്പാക്റ്റ് ആയിരിക്കില്ല, ഒരു നെഗറ്റീവ് ഇമ്പാക്ട് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏഷ്യനെറ്റ് പോലും ഈ ഒരു കോംബോ സക്സസ്ഫുൾ ആക്കാനും പ്രൊമോട്ട് ചെയ്യാനും നല്ലോണം ശ്രമിച്ചിരുന്നു. എന്നിട്ട് പോലും ഇത് പുറത്ത് സക്സസ്ഫുള്ളായി മാറിയിട്ടില്ല. ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ടാഗ് വെച്ചിട്ട് തന്നെ ഒരു ലവ് ട്രാക്ക് പിടിക്കുമ്പോൾ കാണുന്ന ജനങ്ങൾ അത്ര മണ്ടന്മാരൊന്നും അല്ലല്ലോ. ഇത് എത്ര നാൾ കണ്ടുകൊണ്ടിരിക്കും? കാണുന്നവർക്ക് മനസ്സിലാവും ഇവർ എങ്ങോട്ടാണ് പോകുന്നത്, ഇത് ഫേക്ക് ആണോ ജെനുവിൻ ആണോ എന്നൊക്കെ. ഇതേ സമയം തന്നെ നമ്മുടെ അപ്സര അപ്പുറത്ത് വളരെ സ്ട്രോങ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇന്നലത്തെ ക്യാപ്റ്റൻസി ടാസ്കിന് ശേഷം അപ്സര വളരെയധികം പൊങ്ങിയിട്ടുണ്ട്, ജാസ്മിൻ ജാഫർ വളരെയധികം താണിട്ടുമുണ്ട്. ജാസ്മിൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഷോ നല്ലോണം കുളമാക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ രേഖപ്പെടുത്തും.